നമസ്കാരം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നിപ്പോൾ സത്യം പറയുന്ന, യാഥാർത്ഥ്യം പറയുന്ന, എല്ലാവരെയും സംഘി എന്ന മുദ്ര ചാർത്തിക്കൊണ്ട് അവൻ സംഘിയാണ്, ചാണകത്തിൽ ചവിട്ടിയവനാണ്, അതല്ലെങ്കിൽ ചാണകത്തിൽ ചവിട്ടിയവളാണ്, അവനെ വിശ്വസിക്കരുത്, അവനെ അകറ്റി നിർത്തണം, അവൻ അതാണ് ഇതാണെന്ന് പറഞ്ഞ് സംഘിപ്പട്ടം നൽകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ രാജ്യത്തിന് വേണ്ടി, രാജ്യസ്നേഹത്തോടെ, നമ്മുടെ രാജ്യ നന്മയ്ക്ക് വേണ്ടി, ഭാരതം എന്ന് പറയുന്ന നമ്മുടെ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ആളുകളൊക്കെ സംഘികൾ എന്ന് ചാപ്പ കുത്തപ്പെടുന്നതിൽ സത്യത്തിൽ സംഘികൾക്ക് വലിയ അഭിമാനം തന്നെയാണുള്ളത്. അത്തരത്തിൽ സംഘി ചാപ്പ കിട്ടിയിട്ടുള്ള ഓരോ മനുഷ്യന്മാരും അഭിമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം രാജ്യത്തിന് വേണ്ടി തന്നെയാണ് ആ പേര് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാലും, എന്റെ നാട് എന്ന് പറഞ്ഞാൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെയൊക്കെ നിങ്ങൾ അറിയുമായിരിക്കും. അദ്ദേഹത്തിന്റെയും എന്റെയും നാടൊക്കെ ഒരു നാടാണ്. മാത്രമല്ല, ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരു ക്ലബ്ബ്, ആ ക്ലബിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം നടന്ന സമയത്ത് അന്ന് ഒരു കട്ട സഖാവ് ഫാമിലി, അങ്ങനെ തന്നെ പറയുന്നത്, കട്ട എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കപ്പെട്ട കട്ടയല്ല, യഥാർത്ഥത്തിലുള്ള അവിഭക്ത കമ്മ്യൂണിസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ഏകദേശം ഒരു 20 കൊല്ലം മുൻപുള്ള കമ്മ്യൂണിസവും 20 കൊല്ലത്തിന് ശേഷം ഇങ്ങോട്ടുമുള്ളതും ഇന്നിപ്പോൾ പിണറായിസമായിരിക്കുന്ന ഈ കാലത്തുള്ള കമ്മ്യൂണിസം കൃത്യമായിട്ടും പഠിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ. കാരണം ബേസിക്കലി ഞാൻ പിറന്നത് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലായതുകൊണ്ട്. അങ്ങനെ ഈ ക്ലബിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. എൻ്റെ ഒരു ചെറിയ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്, അതുകൂടി പറയുക എന്ന് മാത്രം. അവിടെ അതിനുവേണ്ടി പണിയെടുത്ത ഭയങ്കരമായിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. അദ്ദേഹത്തെ ഉദ്ഘാടന സമയമായപ്പോഴേക്കും എട്ടുകാലി മമ്മൂഞ്ഞിമാരായിട്ടുള്ള ഇസ്ലാമിക ജിഹാദികളൊക്കെ കൂടിക്കൊണ്ട് സംഘിപ്പട്ടം നൽകിക്കൊണ്ട് സവർക്കറിന്റെ ചെരുപ്പ് നക്കി, സവർക്കർ എന്ന് പറയുന്ന നാമം പോലും ഉച്ചരിക്കാൻ യോഗ്യതയില്ലാത്ത വേശ്യാലയം നടത്തിപ്പുകാരന്റെ മകനായിട്ടുള്ള ഒരുത്തനാണ് ഇത് പറയുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഞാനിത് വേശ്യാലയം നടത്തിപ്പുകാരന്റെ മകൻ എന്ന് പറയാൻ കാരണം എന്തെന്നറിയാമോ? മോഹൻലാലിന്റെ ഏതൊരു പടത്തിൽ പറയുന്നുണ്ട്, നിന്റെ അമ്മ അവിടെ ഡ്രൈവിംഗ് സ്കൂൾ ആണെന്ന് പറയാറില്ലേ? അത്തരത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയിരുന്ന ഒരുത്തന്റെ മകനാണ്, ഒരു സുഡാപ്പിയാണ് ഇത് പറയുന്നത് എന്ന് കേൾക്കുമ്പോഴാണ് ഏറ്റവും ചിരിയും. അത്തരത്തിൽ ഇന്നിപ്പോൾ എന്തായാലും ആ കട്ട കമ്മ്യൂണിസ്റ്റുകാരനായ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിലെ പോലെ തന്നെ നിങ്ങൾ എന്നെ സംഘിയാക്കി എന്ന രീതിയിലേക്ക് ആ പാവം പിടിച്ച ആ ചെറുപ്പക്കാരനെ ഈ സുഡാപ്പി ജിഹാദികൾ, ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയിരുന്ന ആ തന്തയുടെ മകനായിട്ടുള്ള സുഡാപ്പിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് കൂടി എടുത്തു പറയേണ്ടത്. അങ്ങനെയാണ് സത്യം ചെയ്യുന്ന, ധർമ്മം പ്രവർത്തിക്കുന്ന, നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ സംഘിയാക്കി സംഘിപ്പട്ടം നൽകിക്കൊണ്ട് അവനെ അവഹേളിക്കുന്ന ഇക്കൂട്ടരുടെ മനോഗതി എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മൾക്കറിയാം നരേന്ദ്രമോദിജി തൃശ്ശൂരിൽ പങ്കെടുത്ത ആ മഹിളകളുടെ മഹാസമ്മേളനം. അതിൽ ശോഭന എന്ന് പറയുന്ന ഭാരതം എന്നും അവരെ ആ ഒരു നന്മയുടെ പ്രതീകമായിട്ട്, അതല്ലെങ്കിൽ ആ ഒരു നൃത്തത്തിന്റെ ഭാരതത്തിന്റെ അഭിമാനമായി കാണുന്ന ആ ശോഭനാജിയെ കൃത്യമായിട്ടും അദ്ദേഹം ആ വേദിയിൽ പങ്കെടുക്കുന്നു. എന്നിട്ടോ നോക്കൂ, ശോഭനാജി ഇതിന് തൊട്ട് മുൻപ് ചെറിയ ദിവസങ്ങളുടെ അതല്ലെങ്കിൽ ആഴ്ചകളുടെ വ്യത്യാസത്തിലായിരുന്നു പിണറായി വിജയന്റെ എന്തോ ഒരു കുണാണ്ട്രം ഉണ്ടാക്കിയ തിരുവനന്തപുരത്തെ എന്തോ ഒരു കേരള എന്തോ ഒരു കുന്തം, ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്തായിരുന്നു നമ്മൾ ഈ ശോഭന എന്ന് പറയുന്ന ആ ഒരു മഹത് വ്യക്തിത്വത്തെ നമ്മൾ ഇതാ ശോഭന കമ്മിയായി, കമ്മ്യൂണിസ്റ്റ് ക്യാപ്സൂൾ വിഴുങ്ങി ഇതാ പിണറായി വിജയന്റെ വേദി പങ്കിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് മമ്മൂട്ടിയും ഈ ശോഭനയും അടക്കമുള്ള ആളുകളൊക്കെ പങ്കെടുത്തപ്പോൾ ആരും അതിനെ അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ അവർ മോദിജി പങ്കെടുത്ത, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പങ്കെടുത്ത, ലോകത്തിന്റെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദിജി പങ്കെടുത്ത ആ വേദിയിൽ പങ്കെടുത്തപ്പോഴേക്കും അവരെ അങ്ങോട്ട് സംഘിപ്പട്ടം നൽകിക്കൊണ്ട് അവരെ ഇന്നിപ്പോൾ എത്രത്തോളമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഈ ക്യാപ്സൂൾ വിഴുങ്ങികളായിട്ടുള്ള ഇസ്ലാമിക കൊടും ഭീകരന്മാരും അന്തം കമ്മികളായിട്ടുള്ള ജന്തുക്കളും അതുപോലെ അടിമ കോൺഗ്രസ്സുകാരും ഒക്കെ അവരെ വിമർശിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ പറയാൻ കാരണം ഇത് ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി ഒരു സഖാവായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെ പറയുന്നതാണ്, കേൾക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ആ ചെറുപ്പക്കാരന് ഒരു പ്രത്യേകതയുണ്ട്. ആ ചെറുപ്പക്കാരനാണ് പിണറായി വിജയന്റെ ഈ നവകേരള യാത്ര എന്നും പറഞ്ഞുകൊണ്ട് അപ്പിയിടാൻ വേണ്ടി ഒരു അപ്പിയാത്ര നടത്തി, 21 വാഴകൾ ഒന്നിച്ച് നടത്തിയ ഒരു ബസ് യാത്ര ഉണ്ടായിരുന്നു. ആ യാത്രയിൽ യുവമോർച്ചയിൽ നിന്നും കൃത്യമായിട്ട് പിണറായി വിജയന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജീവൻ രക്ഷാ ഡിവൈഎഫ്ഐക്കാർക്ക് വയറ് നിറച്ച് യുവമോർച്ചക്കാരെ നിന്ന് കിട്ടിയത് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടേണ്ടത്
ഇങ്ങനെയാണ് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന ആളുകളെ ഏകാധിപത്യത്തോടു കൂടി നേരിടുന്ന പിണറായി വിജയന്റെ ഗുണ്ടകളായിട്ടുള്ള ഡിവൈഎഫ്ഐക്കാരും SFIക്കാർക്കും കിട്ടേണ്ടത്. ഇതുപോലെയാണ് RSSകാരന്റെ ദണ്ഡം കൊണ്ടുള്ള അടി കിട്ടിയില്ലേ എന്ന് ചോദിച്ച് പച്ചയ്ക്ക് ഈ പ്രതീഷ് എന്ന് പറയുന്ന ഒരു യുവാവ് വീഡിയോ ചെയ്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ പ്രതീഷ് തന്നെ കൃത്യമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ശോഭനാജിയുടെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം, ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട്. അതൊന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ. കണ്ടു നോക്കൂ. സുഖമല്ലേ? ഇപ്പൊ കേരളത്തിൽ പുതിയൊരു ചാണകം കൂടി റിലീസ് ചെയ്ത കാര്യം ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പാണ് അറിഞ്ഞത് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് ഫോണിൽ ഇങ്ങനെ ഫേസ്ബുക്കിൽ കളിച്ചിടുന്ന സമയത്താണ് പുതിയൊരു ചാണകം കേരളത്തിൽ റിലീസായ കാര്യം അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇത് പുതിയ ചാണകം ആരാണെന്ന് അറിയാൻ വേണ്ടി, ചാണക സംഖ്യ ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയ സമയത്താണ് നമ്മുടെ സിനിമ നടി ശോഭനയാണ് ഇപ്പോൾ പുതിയ ചാണക സംഖ്യയായിട്ട് കുറച്ച് ആൾക്കാരെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ശോഭന ചേച്ചി ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എയറിലാണ്. ശരിക്കും അത് കാലത്ത് കഴിയുമ്പോൾ എനിക്ക് അത്ഭുതം നോക്കി, എന്താണ് സംഭവം ചാണക സംഖ്യ എന്ന് പറയാനുള്ള കാരണം? ഇവരെങ്ങനെ സംഖ്യയായത്? ഞാൻ അങ്ങനെ നോക്കി എന്താണ് കാരണം എന്ന്, റീസൺ തപ്പി നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടിയിൽ ഈ ശോഭന പങ്കെടുത്തായിരുന്നു. അപ്പോൾ അതുമാണ് റീസൺ, അതുകൊണ്ടാണ് ഇവർ ചാണക സംഖ്യ ആക്കിയത്. എനിക്ക് കാര്യം മനസ്സിലായത്, ഞാൻ ചാണക സംഖ്യ ആക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ വിഷയങ്ങളൊന്നും ഇവർ ചെയ്തില്ല. ഇവരങ്ങനെ BJP ആണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇവരെങ്ങനെ ചാണക എന്നുള്ള ഒരു അന്വേഷണം കൂടിയായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് പ്രധാനമന്ത്രി പങ്കെടുത്ത വേദി പങ്കിട്ട്, അതാണ് ചാണക സംഖ്യ. അപ്പൊ ഞാൻ ആലോചിച്ചു, കുറച്ചു മുമ്പല്ലേ ഇവർ മുഖ്യമന്ത്രി, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയിൽ ആ വേദി പങ്കിട്ട്, അന്നേരം ഇവരാരും കമ്മി എന്ന് പറഞ്ഞിട്ട് ആരും മുദ്രാവാക്യം കണ്ടില്ലല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ച സമയത്താണ് ഇതിന്റെ രാഷ്ട്രീയം എന്തിനാണെന്ന് മനസ്സിലായത്. ഭയങ്കര മോശമായി പോയിട്ടോ നിങ്ങൾ ഈ കാണിക്കുന്നത്. ഈ കുറച്ച് ഫേക്ക് അക്കൗണ്ടുകളും ജെന്യൂനായിട്ടുള്ള കുറെ അക്കൗണ്ടുകളൊക്കെ ഇവരെ ചാണക സംഖ്യ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്താണ് ഇവർക്ക് എന്താ ഇവരുടെ അഭിനയത്തിന്റെ, ഇവർക്ക് എന്ത് കഴിവുണ്ട് അഭിനയിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ്. എനിക്ക് അതൊക്കെ ചിരി വന്നത് കണ്ടിട്ട്. ഈ നാറികളൊക്കെ ശരിക്കും മലയാള സിനിമകൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ഇവന്മാരൊക്കെ തലേന്ന് പറഞ്ഞാൽ തലേന്ന് തലച്ചോറൊക്കെ ഇവിടെ കൊണ്ട് പണയം വെച്ചിരിക്കുന്നതാണ്. ഈച്ചയെന്ന് രക്ഷയിലൂടെ തണുപ്പായി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഈച്ചയാണ്, വണ്ടിക്കകത്ത് വരെ കയറും. അപ്പൊ ഇവരുടെയൊക്കെ തലച്ചോറ് എവിടെ കൊണ്ട് പണയം വെച്ചിരിക്കുന്ന ആലോചിച്ചു. ഇന്നലെ വരെ ശോഭന മേഡം, ശോഭന ചേച്ചി മലയാളത്തിന്റെ ദിവ്യ വസന്തം എന്നൊക്കെ പറഞ്ഞിട്ട്, അഭിനയ കുലസ്ത്രീ എന്ന അഭിനയ സിംഹം എന്നൊക്കെ പറഞ്ഞ്, അഭിനയ സിംഹിണി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്ന ആളുകൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു പരിപാടി പങ്കെടുത്തെന്ന് വെച്ചിട്ട് നിന്റെയൊക്കെ തലച്ചോറിനെയൊക്കെ എവിടെ കൊണ്ട് പണയം വെച്ചിരുന്ന ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തുവാടേ നീയൊക്കെ കുറച്ചൊക്കെ ഒരു തലയ്ക്കകത്ത്, നിന്റെയൊക്കെ തലയ്ക്കകത്ത് ഞാൻ ചാണകമൊന്നും പറയില്ല, നിന്റെ തലയ്ക്കകത്ത് കളിമണ്ണാണെങ്കിൽ കളിമണ്ണിനോടുള്ള ഒരു ഇതെങ്കിലും കാണിക്കട്ടെ. കുറച്ചെങ്കിലും കളിമണ്ണിനോടുള്ള ഒരു തുപ്പൂലെങ്കിലും വരും. ഉത്തുപ്പൂലം വെച്ചിട്ട് കുറച്ച് നമ്മൾ തിരുവനന്തപുരത്ത് ഉത്തുപ്പൂലം എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇനി വാക്ക് മനസ്സിലാകില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. അപ്പോൾ ഒരു ഉത്തുപ്പൂലമൊക്കെ നിങ്ങളതിൽ കാണിക്കേണ്ടേ, നിങ്ങൾ ഉത്തുപ്പൂലമൊക്കെ മാന്യത കാണിക്കണം കേട്ടോ. നിങ്ങളെയൊക്കെ സമ്മതിക്കണം. നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥയുണ്ടല്ലേ. ഇന്നലെ വരെ നമ്മൾ ജയ് വിളിച്ച് കിടന്നവരെ നമ്മളെ രാഷ്ട്രീയ നമ്മൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയത്തിന് ബദലായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തെറി വിളിക്കാൻ വേണ്ടി തോന്നുന്ന നിങ്ങളുടെ ആ ഒരു മനസ്സുണ്ടല്ലേ, പറയാതിരിക്കാൻ മയ്യടെ. എൻ്റെ ആ പൊന്നു ഒരു രക്ഷയില്ല. ഇത്രയ്ക്കൊന്നും തരം താഴെയല്ല. എല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ ഉണ്ട്. രാഷ്ട്രീയപരമായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും നമുക്ക് ഇതൊക്കെ ആക്കാൻ ചെയ്യാം. പക്ഷേ ഇത്രയ്ക്ക് ഇങ്ങനെ ഈ തരം താഴരുത്. ഒരു മാനുഷിക പരിഗണനയോടുകൂടി വേണം മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറാൻ വേണ്ടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അവർ രാഷ്ട്രീയമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ നോക്കി, അവർ രാഷ്ട്രീയമായിട്ടൊന്നും ഒരു കാര്യം അവർ പറഞ്ഞില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ, കോൺഗ്രസ് പാർട്ടി പോലെ ഒരു പാർട്ടിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. പ്രധാനമന്ത്രി പങ്കെടുത്തൊരു വേദിയിൽ പങ്കെടുത്തു, അതാണ് അവർ ചെയ്ത തെറ്റ്. അതിനാണ് അവർ ചാണക സംഖ്യ, അത് ഇത് മറ്റവള് മറിച്ചവള് ഓരോ വാക്കൊക്കെ ഓരോരുത്തർ പറയണതല്ല. ശരിക്കും അത് ഇവിടെ പറയാൻ പറ്റില്ല. അമ്മാതിരിയാണ് അവർ പറയണത്. നിന്റെയൊക്കെ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞു, നിനക്കൊക്കെ നോവില്ലായിരിക്കും. ഞാൻ സാധാരണ നമുക്കൊക്കെ നോവും കേട്ടോ. നമ്മുടെ വീട്ടിലിരിക്കുന്ന ആരെയും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് നോവും. വെളിയിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ പൊന്നപ്പി സഹിക്കാൻ വയ്യ. ഇത് കണ്ടിട്ട് എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി പ്രതികരിച്ചാണ്. ഈച്ച എന്ന് വെച്ചാൽ അതിനേക്കാളും വലിയ ശല്യം. ഈ ഈച്ചയെക്കാളും ശല്യമാണ് നിങ്ങൾ. ഈച്ച എന്ന് വെച്ചാൽ അസുഖങ്ങൾ പടർത്തേ ഉള്ളൂ. നിങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വിഭാഗീയത പടർത്തി നാട് നശിപ്പിക്കും. ഈച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാരക അസുഖങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ കൊന്നു കളയുള്ളൂ. നമ്മളെ കൊല്ലുന്നില്ല, നിങ്ങൾ നമ്മളെ ഇഞ്ചിഞ്ചായി കൊല്ലും. ഈച്ചയൊക്കെ ഒറ്റയടി നമ്മളെ കൊന്നുകളയും. അപ്പം എൻ്റെ പൊന്നെണ്ണ ഇത് കാണാൻ വയ്യ വെച്ചാൽ കാണാൻ വയ്യ. ഇപ്പൊ ചേച്ചിയുടെ ഓരോ പശുവിന്റെ തല വെട്ടി മാറ്റിയിട്ട് ഈ ചേച്ചിയുടെ തല, നിന്നെയൊക്കെ സമ്മതിക്കണം. നിനക്കൊക്കെ സമ്മതിക്കണം. ഇപ്പൊ ഞാൻ ആലോചിച്ചു കേട്ടാ. കാരണം ഈ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ഈ പുള്ളിക്കാരി പങ്കെടുത്ത സമയത്ത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഈ പുള്ളിക്കാരി പങ്കെടുത്ത സമയത്ത് ഈ പുള്ളിക്കാരിനെ ആരും എന്താണ് അന്തം കമ്മിയെന്നോ അന്തമെന്നോ എന്ന് പറഞ്ഞിട്ട് ആരും വ്യക്തിഗത ചെയ്യണമെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. ഇനി അങ്ങനെ ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ കാണിച്ച ഏറ്റവും വലിയ തന്തയില്ലാത്തരും. ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിനിധിയോടൊപ്പം ഒരു വേദി പങ്കിടുന്നതിൽ ഏതെങ്കിലും രാഷ്ട്രീയം കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ഇന്ന പാർട്ടിക്കാരിയാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നീക്ക് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല, അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കണം, ഞാൻ ഏത് ആശയത്തിൽ വിശ്വസിക്കണം, ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യണം എന്നുള്ളത് മറ്റൊരാളുടെ സമ്മതമാക്കിക്കൊണ്ട് അവരെ ഗതികേടിലൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജനാധിപത്യ രാഷ്ട്രമല്ലേ. ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള രാഷ്ട്രീയം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും വലിയ ജനാധിപത്യമൊക്കെ പൊക്കിപ്പിടിച്ചിട്ട് എന്തോന്നും കാര്യം, ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ കാണിച്ചത് ശരിക്കും ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന പരിപാടിയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഉത്തര കൊറിയൊന്നുമല്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിൽ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള മാത്രമേ ആൾക്കാർ പ്രവർത്തിക്കാവൂ. നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വിബദ്ധരായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുക നിൽക്കുക ചെയ്തു കഴിഞ്ഞാൽ അവരെ അങ്ങ് ക്രൂശിക്കുക, അവരെ സമൂഹ മധ്യത്തിലും
സോഷ്യൽ മീഡിയയിലെല്ലാം അവരങ്ങ് എന്താണ് അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക. എന്തിനുള്ള ഉത്തര കൊറിയയുടെ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. കേരളത്തിലുള്ള കുറച്ച് ആൾക്കാർ ഭയങ്കര ക്രിമിനേഡിയാണ് കേട്ടോ. ഭയങ്കര വിഷയമാണ്. കേരളത്തിലുള്ള ഒരു വിഭാഗം എന്നല്ല കേട്ടോ, ഏകദേശം എല്ലാ രാഷ്ട്രീയക്കാരും വരണമെങ്കിൽ തന്നെ തോന്നുന്നു. നമുക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയത്തിൽ ആരെയും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ എനിക്കാണെങ്കിൽ ഇവർക്ക് പേടിയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ള വലിയ കലാകാരികളൊക്കെ ഏതെങ്കിലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോട് പോകുന്ന സമയത്ത് ഇവർക്ക് പേടിയാണ്, ഇവരുടെ ഭയമാണ്. അല്ലാതെ ഇവർക്ക് വല്ല ദേഷ്യമൊന്നുമല്ല, ഇവർക്ക് ഭയമാണ്. കാരണം ഇവർ എല്ലാ പാർട്ടിക്കാരും ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയിലോട്ട് വരാവും, മറ്റുള്ള പാർട്ടിയിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പാർട്ടി തകർന്നു പോകും. ഇങ്ങനെയുള്ള കഴിവുകെട്ടവന്മാരൊക്കെയാണ് ഇതിനെതിരെ ഇങ്ങനെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ വെറുക്കും. ഒരു പേടി വരും ആൾക്കാർക്ക്. കാരണം ഇപ്പം തന്നെ മിക്ക ആൾക്കാരൊന്നും പറയാത്തത് നിങ്ങളൊക്കെ ശരിക്കും പേടിച്ചിട്ടൊക്കെയാണ്. മനസ്സിലായി, എല്ലാവർക്കും പ്രതികരിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയ ഇപ്പം ഇന്ത്യക്ക് നരേന്ദ്രമോദിക്ക് ആണെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ആൾക്കാർക്ക് പറയാനാണെങ്കിൽ പേടിയാണ്. ഒരു ഭരണാധികാരിക്കെതിരെ ഒരു പരിധി കൂടുതൽ ആർക്കും പറയാൻ പറ്റില്ല. കാരണം പേടിയാണ്. ഒരിക്കലും അങ്ങനെ ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം അവൻ പല രീതിയിലും അവൻ കിടന്ന് അനുഭവിക്കേണ്ടി വരും. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പലരും പേടിച്ചിട്ടൊക്കെയാണ്. അല്ലാതെ ആൾക്കാർ പ്രതികരിക്കാൻ അറിഞ്ഞുകൂടാത്തിട്ടല്ല ആൾക്കാർ പ്രതികരിക്കാറ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഈ കാണിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര മോശപ്പെട്ട ഒരു പിതൃശൂന്യതയായിപ്പോയി, ഒരു തന്തയില്ലാത്ത സ്വഭാവമായി പോയി നിങ്ങൾ ഈ കാണിച്ചത്. ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ വ്യക്തിഗത ചെയ്യാതായിട്ടിരിക്കുക. അവർക്ക് ഓരോരുത്തരും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയത്തിൽ അവർ വിശ്വസിക്കട്ടെ. ശരിയെന്നാ.